മസ്റ്റ് എനിക്ക് ഫേവറേറ്റ് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്ക് സൈഡ് ആയിരുന്നു. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല എനിക്ക്. ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ വണ്ടിയുടെ സിറ്റി ഹണ്ടറിൻ്റെ മോഡിഫിക്കേഷൻ അക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. നമ്മളെല്ലാം പണിയും കഴിച്ച് നമ്മൾ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 80% നമ്മൾ വണ്ടിയിൽ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ബാക്കത്തെ ക്ലൈമറ്റ് കാണുമ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കണ്ടുവരുന്നത് നമ്മൾ സൂര്യ അസ്തമയം പറയില്ലേ, സംഭവം വേറെ ലെവൽ മൂഡ് തന്നെയാണ് ഈ സമയത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരിച്ചു പോയിട്ട് ഒന്ന് സൂര്യനൊക്കെ ഒന്ന് പോയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സംഭവം നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര ബഡ്ജറ്റായി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലേക്ക് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മസ്റ്റാണ്. നിങ്ങൾ വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയാണോ അതോ ബോറായിട്ടുണ്ടോ എന്നുള്ള ഫസ്റ്റ് നമുക്ക് വേണ്ടത് അതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ ലുക്ക്. നമ്മൾ പറഞ്ഞ ഏകദേശ ഐറ്റംസും നമ്മൾ വണ്ടിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് സീറ്റ് ഹൺഡ്രഡ് എങ്ങനെയാണോ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാത്ത കുറച്ച് പാർട്സ് ഉണ്ട്, അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. നമുക്ക് ഈ സ്പ്ലെൻഡറിൻ്റെ ഇൻഡിക്കേറ്റർ ഹോളും കാര്യങ്ങളൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മൾ അത് ചേഞ്ച് ചെയ്തില്ല. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ LED മറ്റേ ഡ്യൂക്കിലൊക്കെ വരില്ലേ അതേ ടൈപ്പ് ഇൻഡിക്കേറ്റർ കയറ്റാനാണ് പ്ലാനിങ്. അത് ഡയറക്റ്റ് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. അതിൽ ഡബിൾ ഹോളും കാര്യങ്ങളൊക്കെ സ്പ്ലെൻഡറിൽ ഇൻഡിക്കേറ്ററിൽ വരുന്നതുകൊണ്ട് നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ബാക്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. ഞാൻ ആ ഒരു ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നോർമലി നമ്മുടെ സിറ്റി ഹൺഡ്രഡിൻ്റെ ഇൻഡിക്കേറ്റർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വൈസർ ചേഞ്ച് ചെയ്തു. അത് പഴയത് പറഞ്ഞാൽ ഡാമേജ് ആയ ഇതായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റി ബജാജിൻ്റെ ഒറിജിനൽ പാർട്സ് തന്നെ നമ്മൾ മേടിച്ചിട്ടു. ഇനി നമ്മൾ അടുത്തായിട്ട് മാറ്റാൻ പോകുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷനായിരുന്നു. അത് ഇതിൻ്റെ ഒറിജിനൽ പാർട്സിന് 1200 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്നാലും സിറ്റി ഹൺഡ്രഡിൻ്റെ ഡയറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതും കൂടി മാറ്റും. ബാക്കി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഐറ്റം ഈ ഹാൻഡിൽ ബാർ, ഷോർട്ട് ബാർ ഹാൻഡിൽ ബാർ, അത് ചേഞ്ച് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്കൊക്കെ ശരിക്കും വേറെ ലെവൽ തന്നെയായി. നമുക്ക് റൈഡിങ് പൊസിഷനിൽ നല്ല ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ നോർമൽ ഹാൻഡിൽ ഉപയോഗിക്കുമ്പോഴും ഇത് ഓടിക്കുമ്പോഴും ഭയങ്കര ചേഞ്ചസ് ആണ്. അത് നിങ്ങൾക്ക് ഈ ഷോർട്ട് ബാർ ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്ത വണ്ടികൾ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമുക്കൊന്ന് നിവർന്നിരുന്ന് ഓടിക്കുന്ന ഒരു ഫീല്. പിന്നെ നമ്മൾ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഫോൺ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഹോൾഡർ. ഈ പാർട്സിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ പോയി നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ ഫിനിക്സിൻ്റെ സസ്പെൻഷൻ മെയിൻ ഐറ്റം, ഫിനിക്സിൻ്റെ സസ്പെൻഷൻ ആഡ് ചെയ്തപ്പോൾ വണ്ടി ഒരു 2.5 ഇഞ്ചെങ്കിലും ഹൈറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചെയിൻ സ്പോക്കറ്റിലൊക്കെ കുറച്ച് പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ 2 വേരിയൻ്റ് ഉണ്ട്. നമുക്ക് നോർമൽ ലെങ്ത്ത് വരുന്നതുകൊണ്ട് ഇത് കുറച്ച് ഹൈറ്റ് കൂടി ഐറ്റമാണ്. ഞാൻ ഫ്രണ്ട് എന്തായാലും നമുക്ക് ഹൈറ്റ് ചെയ്യേണ്ട വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റായിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെ എടുത്തത്. SD റിം, പിന്നെ MRF MotoD ടയറും. അപ്പോൾ ഈ ഒരു സസ്പെൻഷനും ഈ ഒരു SD റിമ്മും MRFൻ്റെ MotoD ടയറും കൂടെ ആയപ്പോൾ വണ്ടിയുടെ ബാക്ക് എന്നുള്ള ഒരു ലുക്ക് വേറൊരു ലെവൽ ലുക്കിലോട്ട് മാറി എന്ന് തന്നെ നമുക്ക് ശരിക്കും വേണമെങ്കിൽ പറയാം. എനിക്ക് ഫേവറേറ്റ് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്ക് സൈഡായിരുന്നു. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല. എനിക്ക് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാക്കാണ്. വേറെ ലെവൽ ലുക്ക് തന്നെയാണ്. നമുക്ക് വണ്ടി ബാക്ക് എന്നൊക്കെ നോക്കുമ്പോൾ വേറെ ലെവൽ ലുക്ക് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു സസ്പെൻഷനും കൂടി വന്നപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ നമ്പറൊക്കെ മാറ്റി ബോക്സ് ടൈപ്പൊക്കെ ഇട്ടു, പഞ്ചിങ് ആക്കി. ബാക്കിൽ മാത്രം നമ്മൾ ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ വരുത്തിയപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ആകെ വേറെ ലെവലിലോട്ട് മാറി തന്നെ പറയും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്
ഒരു ഹൈറ്റ് നെറ്റ് ഒരു 2.5 ഇഞ്ചിൻ്റെയാണ് നമുക്ക് മാക്സിമം ഇട്ടാൽ നല്ലത്. അതിലും കൂടെ ആയാൽ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റേണ്ട വരും വണ്ടിയിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ നോർമലി 2.5 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്ന കേബിൾസ് കാര്യങ്ങളൊക്കെ ഈ സിറ്റി ഹണ്ടറിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്ലാനിങ് അതാണ്, ഒരു ഹൈറ്റ് നെറ്റ് യൂസ് ചെയ്യണം. പിന്നെ അണ്ടർബെല്ലി RX-ൻ്റെ അണ്ടർബെല്ലി നമുക്ക് മേടിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഈ നെക്സ്റ്റ് നമ്മുടെ പാർട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 80% വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എടുക്കുമ്പോൾ വണ്ടി അത്ര ഈ ഒരു സ്പ്ലെൻഡർ പറഞ്ഞ സ്റ്റോക്ക് തന്നെ അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റി ഹണ്ടറൊക്കെ ശരിക്കും ചെറുതായിട്ടൊന്ന് പണിഞ്ഞാലാണ് വണ്ടിൻ്റെ ലുക്കൊക്കെ ഏകദേശം കിടിലനായിട്ട് മാറുള്ളൂ. അപ്പോൾ നമ്മുടെ രീതിയിൽ നമ്മൾ പണിതെടുക്കണം. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേരായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഈ ഒരു ചെറിയൊരു വണ്ടിയിൽ ഇത്രയും പൈസ മുടക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പൈസയുണ്ട്, നമുക്ക് ഒന്നിനോടൊരു ക്രേസ് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പണം ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അതിന് കാവലിരിക്കുക എന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. പക്ഷെ നമുക്ക് ആ ഒരു പണത്തിനേക്കാളും ക്രേസ് നമുക്കൊരു വണ്ടിയോടോ മറ്റെന്തെങ്കിലും സാധനങ്ങളോട് ആണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കും. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ ഗൂഗിളിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ പണത്തിനേക്കാളും വലുത് ആ ഒരു സാധനങ്ങളോടുള്ള ഒരു ക്രേസാണ്. അപ്പോൾ അതാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. എനിക്ക് കൂടുതലായിട്ട് പണം സമ്പാദിച്ച് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാളും ഇഷ്ടം നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള സാധനങ്ങൾ മേടിച്ച് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്നതാണ് എൻ്റെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ. അപ്പോൾ എനിക്ക് അടുത്തൊരു ഡ്രീം എൻ്റെ ഒരു ഹോണ്ട സിറ്റി അല്ലെങ്കിൽ ഒരു പോളോ, അതാണ് എൻ്റെ ഡ്രീം. എനിക്കിപ്പോൾ നടക്കില്ല എന്നറിയാം, എന്നാലും എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു ഡ്രീമിൽ ഞാൻ എത്തുന്ന എൻ്റെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് എനിക്ക് ആ കാര്യം ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ പറയാൻ തോന്നി. നമ്മുടെ കണ്ടന്റ് മാറി പോകണു, ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മുടെ ടയറിൻ്റെ സൈസ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ചെയിൻ കവർ ഒരു ബ്ലാക്ക് ആക്കണമെന്നുണ്ട്. ഈ ചെയിൻ കവറും ഈ ഒരു എൻജിൻ നമുക്ക് ബ്ലാക്ക് ആക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരോ പാർട്സായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ രീതിയിൽ ചെറുതായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ എന്തായാലും ഈ ഒരു വണ്ടിയിൽ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരു സിറ്റി ഹണ്ടർ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് നമ്മൾ റോഡ് കൊണ്ടുവരിക്കുമ്പോൾ ഇത് അവൻ്റെ വണ്ടിയാണെന്ന് പറയണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഈ ഒരു വണ്ടിയിൽ ചെയ്യും എന്ന് ഉറപ്പാണ്. പിന്നെ എനിക്ക് ഇപ്പോഴും ഗ്രാഫിക്സ് മാറ്റണമെന്ന് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഇതൊന്നുമില്ല. എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇനി മഡ് ഗാർഡ് മാറ്റി നമുക്ക് മാക്സിമം ട്വിസ്റ്ററിൻ്റെ മഡ് ഗാർഡ് വെക്കാൻ നോക്കും. അങ്ങനെ ചെറിയ പാർട്സ് വീഡിയോസൊക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കുള്ള ഈ ഒരു വണ്ടീൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങളും അങ്ങനെ ഈ ഒരു വണ്ടിയുടെ എന്നല്ല മൊത്തത്തിലുള്ള മോഡിഫിക്കേഷൻ വീഡിയോസും ട്രാവലിംഗ് വ്ളോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാക്സിമം നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഇതാണ്. ഇനി കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഓരോരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.